ഇവിടുന്ന് ഭക്ഷണം കിട്ടുന്നുണ്ട്, വണ്ടിക്കാശൊക്കെ ഇവിടുന്ന് തരും, ശമ്പളമൊന്നും മേടിക്കത്തില്ല, പക്ഷേ അങ്ങനെ ശുശ്രൂഷ ചെയ്ത് പോവുകയാണ്. എനിക്കൊരു കുറവൊന്നുമില്ല. പക്ഷേ എന്നാലും ഞാൻ സമയത്ത് ചിലയിടത്ത് തരുന്ന കാശുകൾ ആരെങ്കിലും തന്നാൽ ഞാൻ സൂക്ഷിച്ചു വെക്കും. എന്തിനാണെന്നറിയോ? ഞാൻ പഠിക്കണ കാലത്ത് എന്നെ സഹായിച്ച കുറേ പേരുണ്ട്. അതാണ് വിഷയം. അവർ വല്ലപ്പോഴൊക്കെ ഇവിടെ വരുമ്പോൾ, ചിലപ്പോൾ ഞാൻ നാട്ടിൽ ചെല്ലുമ്പോഴൊക്കെ വയസ്സായ ആൾക്കാരെ കാണും. അപ്പോൾ അവർക്ക് പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കും. അത് ചോദിക്കണമെന്നില്ല, അവരങ്ങനെ ചോദിക്കത്തൊന്നുമില്ല. അച്ഛനോട് സംസാരിക്കണ പോലും അവർക്ക് ഭയങ്കര ഇതാണ്. അപ്പം ഞാൻ അവരെ വണ്ടി ഇരുന്ന് വിളിച്ച് വരുത്തി കൊടുക്കും. അതെന്താ കാര്യം? ധർമ്മം. അത് നമ്മുടെ നീതിയാണത്. നമ്മളിവിടെ എത്തുമ്പോൾ ഇവിടെ എത്താൻ വേണ്ടി ഏണിച്ചാരി വെച്ച് തന്ന ഒത്തിരി ജന്മങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ ഓർക്കണം. അപ്പം നിങ്ങളെ ഏതെങ്കിലും ഒരു കാലത്ത് സഹായിച്ച ആൾക്കാരെ നമ്മൾ തിരിച്ച് സഹായിക്കണം. അത് ധർമ്മമാണ്, നീതിയാണത്. നീതികേട് കാണിക്കരുതൊരിക്കലും. അപ്പം നീതികേട് എപ്പോഴും പറയണത്. അപ്പോൾ ആദ്യത്തെ നീതി അമ്മയോടും അപ്പനോടും തന്നെയാണ്. ഒരു സംശയമില്ലല്ലോ ആ കാര്യത്തെ. വല്ല സംശയം ഉണ്ടോ? ഒരു സംശയമില്ല. കാര്യം നമ്മുടെ പല ഓർമ്മയില്ലാത്ത കാലത്തും അവരാണ് നമുക്ക് ഓർമ്മയില്ലല്ല. നമുക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദൈവതിരുസന്നിധിയിൽ അവർ നമുക്ക് വേണ്ടി ചെയ്തത് ദൈവം മറന്നു പോവുക. അപ്പോൾ ഒരിക്കലും അപ്പനോടും അമ്മയോടൊക്കെ ഒരു അക്ഷരം മിണ്ടരുത്. അവർ നിങ്ങളെ എന്ത് പറഞ്ഞാലും മിണ്ടരുത്. കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത കാലത്ത് ഇന്ന് നിങ്ങളുടെ കാലയിലിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരതിനുവേണ്ടി ഉറക്കം നിന്നതിൻ്റെ കണക്കുണ്ട് അവരുടെ കയ്യിൽ. അവരതൊന്നും പറയാൻ വന്നില്ലെങ്കിലും നമ്മളത് മനസ്സിലാക്കണത് ധർമ്മമാണ്. അത് ചെയ്തില്ലെങ്കിൽ അധർമ്മമാവും. അധർമ്മം വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? സ്നേഹം തണുത്ത് പോകും.